ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അമരപ്പയറും കായയും ഉപ്പേരിയാണ് കേട്ടോ. നല്ല ചള്ള അമരപ്പയറായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ 1/2 കിലോ അമരപ്പയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അമരപ്പയറൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവച്ചിരിക്കുന്നത്. ആ കായും കഴുകിയിട്ട് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ രണ്ട് ഞെട്ടും കട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പത്തിൽ അരിയാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്ര വലിപ്പത്തിലാണ് അരിഞ്ഞത്. ഇത് നല്ല ചള്ളായിരുന്നു. അപ്പോൾ വേഗം വെന്ത് കിട്ടും. മൂത്തതാണെങ്കിൽ അത്ര സ്വാദൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി കായ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിടാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിടാം. അപ്പോൾ അതിൻ്റെ കറ വേഗം പോയി കിട്ടും. കായ വേണമെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ. കൂടുതൽ കായ ആവണ്ട, അമരപ്പയർ കൂടുതൽ ഉണ്ടാവണത് നല്ലത്. അങ്ങനെ കായും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് ഇപ്പോൾ കഴുകിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കായൊക്കെ കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അടിയിൽ നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടാണ്ടായിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ്. അങ്ങനെ കായ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് ചേർക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒന്നില്ലെങ്കിൽ ചതച്ച മുളക് അല്ലെങ്കിൽ മുളക് പൊടി ഏതെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളത് ചേർക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം മുളക് പൊടിയാണ് ചേർത്തത്. അങ്ങനെ മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് ഇപ്പോൾ ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ. മുളക് നന്നായി മൂത്ത് വരണം. പിന്നെ ഇപ്പോൾ നമ്മൾ കൊത്തമല്ലിയല്ല, അമരപ്പയറിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച അമരപ്പയർ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ചൂടാവട്ടെ. നമുക്കിത് സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരണം ഇത് ചള്ളായതുകൊണ്ട് അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് സിമ്മിലിട്ടിട്ട് വേവിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ മൂടി വെച്ചിട്ട് സിമ്മിലിടാം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിച്ചില്ല. ഇനി വീഡിയോ കുറേ ലെങ്ത് ആവണ്ടല്ലോ എല്ലാതും കാണിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മുഴുവൻ നന്നായിട്ട് വെന്ത് വന്നത്. അതിനിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അപ്പോൾ കായ വേണമെങ്കിൽ വേവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതിനേക്കാളും വേവ് കുറച്ചെടുക്കാം. കായ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട പിടിച്ചിരിക്കും. ഇപ്പോൾ കുറേ മുമ്പ് കായ വേവിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ചൂടോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് വേഗം വീഴും. അപ്പോൾ കായും കൂടി ഇട്ട് കൊടുത്തിട്ട്, കായ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അങ്ങനെ നല്ല അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ഉപ്പേരി എന്ന് പറയാം, മെഴുക്ക് വരട്ടി എന്നും പറയും. അങ്ങനെ ഇതും പച്ചമോരും അല്ലെങ്കിൽ രസം ഏതെങ്കിലും കൂട്ടി ചോറിനാൻ സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരും കേട്ടോ. ബൈ.